നമുക്കെല്ലാവർക്കും അറിയാം ചതുരപ്പയർ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ ആണെന്ന്. അപ്പോൾ ഈ ഒരു ചതുരപ്പയറും കൊണ്ട് ഒരു അടിപൊളി കൂട്ടാൻ നമുക്ക് തയ്യാറാക്കാം. ചോറിൻ്റെ ഒപ്പമാണെങ്കിലും ചപ്പാത്തിയുടെ ഒപ്പമാണെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ. അപ്പം വേഗം വായോ നമുക്ക് ഈ ഒരു ചതുരപ്പയറും കൊണ്ട് ഒരു അടിപൊളി കൂട്ടാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഹേ ഗായ്സ്, ഇറ്റ്സ് മീ സൗമ്യ. വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. അപ്പോൾ ഈ ഒരു ചതുരപ്പയറിൻ്റെ കൂട്ടാൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ചതുരപ്പയർ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വീട്ടിലുണ്ടായ നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു ചതുരപ്പയറാണ്. ഇനി നമുക്ക് ആദ്യം ഇതിൻ്റെ ആ ഒരു നാരെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. നാരെല്ലാം ഇതുപോലെ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കൊരു വേറെ പാത്രം എടുക്കാം. പാത്രത്തിലോട്ട് നമുക്ക് ഓരോന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് റൗണ്ട് അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. തീരെ കനം കുറച്ച് നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, എല്ലാം ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കറി ഒന്ന് ആക്കിയിടാം. അതായത് കറിയല്ല, നല്ലൊരു പെരളനാക്കിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. കൂട്ടത്തിൽ ഞാൻ കിഴങ്ങും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു കടായി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലോട്ട് ഒരു 2 to 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചേർത്തോളൂ കേട്ടോ. ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലോട്ട് കുറച്ച് സവോളയൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള സവോള തീരെ നൈസായിട്ട് ഞുറുക്കിയിട്ടുണ്ട്. അത് നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. സവോള ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്കൊന്ന് വഴട്ടിയെടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴട്ടിയതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു ചതുരപ്പയർ ആഡ് ചെയ്ത് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ ഒരു 2 മീഡിയം സൈസ് കിഴങ്ങ് ഞാൻ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലിഡിട്ട് ക്ലോസ് ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം ലിഡ് ഓപ്പൺ ചെയ്യുക. വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് നമുക്ക് ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്യാം. പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു കിഴങ്ങ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. മസാലകൾ ആഡ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിൻ്റെ താല്പര്യം അനുസരിച്ച് മുളക് പൊടി ചേർത്തോളൂ. ഞാൻ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ഒരു 2 ടീസ്പൂണ് നമ്മുടെ ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം മസാലകളുടെ ഒരു പച്ചമണം മാറുന്നതിന് വരെ നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഒരു മീഡിയം സൈസ് തക്കാളിക്ക ആഡ് ചെയ്ത് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തക്കാളിക്ക ഒന്ന് ലൈറ്റായിട്ട് ഉടങ്ങി വരുന്നിടം വരെ ഒന്ന് വഴട്ടിയെടുക്കാം. നന്നായിട്ട് ഇതുപോലെ വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് തക്കാളിക്കയും കിഴങ്ങിലോട്ട് എല്ലാം മസാലകളെല്ലാം നന്നായിട്ട് യോജിച്ച് വരാനായിട്ട് ഒരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി വെച്ച് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്യാം. ലിഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമ്മുടെ കിഴങ്ങ് ഇവിടെ നന്നായിട്ട് ഉടങ്ങി വന്നിട്ടുണ്ട്. ലൈറ്റായിട്ട് കുറച്ച് കിഴങ്ങൊന്ന് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തോളൂ കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഉടച്ചെടുത്തതിന് ശേഷം നമ്മുടെ നല്ല ടേസ്റ്റിനായിട്ട് കുറച്ച് മല്ലിയിലയും തൂകിയെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ ഈ ഒരു കൂട്ടാൻ തയ്യാറായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊരു സർവിങ് ബൗളിലോട്ട് സർവ് ചെയ്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഈ ഒരു നമ്മുടെ ചതുരപ്പയറും കിഴങ്ങും കൊണ്ട് ഉള്ള ഈ ഒരു കൂട്ടാൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും കേട്ടോ. ചോറിൻ്റെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പം ഒക്കെ നമുക്ക് ഈ ഒരു ഒറ്റ കൂട്ടാൻ മതി ധാരാളം കഴിക്കാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, ഫോളോയും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.